തോട്ടിൽ മഴയാണ് കണ്ടോ. വെള്ളം ചെളിയൊക്കെ നിറഞ്ഞു. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നമ്മുടെ ഇവിടെ വടശ്ശേരിക്കര ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞു. വണ്ടിയൊന്നും വിടാത്തത് കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇന്ന് വലിയ മഴയില്ല. ഇന്ന് 2-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് വലിയ മഴ, ഇന്നലെ രാത്രി തൊട്ട് വലിയ മഴയില്ലായിരുന്നു. 31-നൊക്കെ എനിക്ക് നൈറ്റായിരുന്നു. പക്ഷേ അവിടെ ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുമ്പോഴേ അറിയാമായിരുന്നു ഫുള്ള് മഴയാവുമെന്ന്. ഭയങ്കര മഴയായിരുന്നു. ഞങ്ങളുടെ ഈ കണ്ടം നിറയുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കണ്ടം നിറഞ്ഞില്ല. നിറയാഞ്ഞത് ഈ തോട്ടിലേക്ക് കണ്ടത്തിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. തോട് കണ്ടോ നിറഞ്ഞു പോയി. തോട് ഭയങ്കരമായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഈ തോട് നല്ല വെയിലാകുമ്പോൾ നല്ല നേരത്തെ ഒരു വര പോലെ ആയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര മഴ പെയ്ത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം വെള്ളം വന്ന് ഈ തോടങ്ങ് ഭയങ്കര വലിയതായി. ആ കണ്ടമില്ലേ, ഞാൻ കാണിച്ച ആ കണ്ടം, ആ കണ്ടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് ഇവിടേക്ക് വീഴുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ കണ്ടം ഇതുവരെ നമുക്ക് നിറഞ്ഞില്ല. നിറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങളുടെ താഴത്തെ വീട് ഒക്കെ വെള്ളം കയറിയേനെ. ഈ തോടുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ തോട്ടിലെ വെള്ളം പോയി വടശ്ശേരിക്കര ആ ഭാഗത്തൊക്കെ പോകുന്നുണ്ട്. ഈ വീടൊക്കെ നിറഞ്ഞേനെ. ഈ വീടൊക്കെ ഈ കണ്ടം നിറഞ്ഞായിരുന്നെങ്കിൽ വെള്ളം കയറിയേനെ. പക്ഷേ ഈ ഒരു തോടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു ഇത് വന്നില്ല. കണ്ടത്തിൽ വെള്ളം നിൽക്കുന്നില്ല. അതിങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ മേൽഭാഗമില്ലേ, ആ മേൽഭാഗം മരമൊക്കെ നിൽക്കുന്നത് അങ്ങ് അവിടെയൊക്കെ ആൾതാമസമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം മഴ പെയ്യുമ്പം ഒലിച്ച് വന്ന് ആ കണ്ടത്തിൽ വന്ന് ആ കണ്ടത്തിൽ നിന്ന് ഈ തോട്ടിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളം നിറയാഞ്ഞത്. തോട്ടിലോട്ട് പോകുന്നത് കൊണ്ടാണ് വലിയ അപകടം ഇവിടെ ഒന്നും ഇല്ലാതെ നിൽക്കുന്നത്. എന്താ അല്ലേ, ഓണം എടുക്കുമ്പോഴത്തേക്ക് വലിയൊരു നാശം പോലെ ഇങ്ങനെ ആർക്കും സന്തോഷമൊന്നുമില്ല. എല്ലായിടത്തും വെള്ളമൊക്കെ കയറി നിൽക്കുകയല്ലേ. അപ്പോൾ ഇന്നെങ്കിലും ഡ്യൂട്ടിക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വടശ്ശേരിക്കര ഭാഗത്തൊക്കെ വെള്ളം കയറി. കന്നാമ്പാലം അവിടെ എല്ലാം നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ രാത്രി മഴ പെയ്യാത്തത് കൊണ്ട് ഇനി വെള്ളം ഇറങ്ങിയോ എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. പക്ഷെ രാവിലെ ഇപ്പോൾ ബസ്സൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് കാണാം. അവിടെയൊക്കെ മേളിലോട്ടൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് ഈ കണ്ടത്തിൽ നിറഞ്ഞ് ഈ തോട്ടിലേക്ക് അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവാകുന്നുണ്ട്. പക്ഷേ ഈ തോട് കാരണം എനിക്ക് തോന്നുന്നു അങ്ങ് കന്നാമ്പാലമൊക്കെ നിറയാനുള്ള കാരണം ഈ തോടും കൂടെയൊക്കെയാണ്. ഈ തോട്ടിൽ നിന്നൊക്കെ അങ്ങോട്ടൊക്കെയാണ് വെള്ളം പോകുന്നത്.